നമസ്കാരം. വെള്ളിത്തുരുത്തിത്താഴത്ത് രാമൻ ഭട്ടതിരിപ്പാട് എന്ന വി.ടി. ഭട്ടതിരിപ്പാട് കേരളത്തിലെ ഒരു പ്രമുഖ സാമൂഹിക പരിഷ്കർത്താവും നാടകകൃത്തും എഴുത്തുകാരനുമായിരുന്നു. ഒരു യാഥാസ്ഥിതിക നമ്പൂതിരി കുടുംബത്തിൽ 1896 ജനിച്ച വി.ടി. സ്ത്രീകൾക്കെതിരായ സാമൂഹിക അസമത്വങ്ങൾക്കെതിരെ പോരാടി. വെള്ളിത്തുരുത്തിത്താഴത്ത് കറുത്ത പട്ടേരി രാമൻ ഭട്ടതിരിപ്പാട് എന്നതാണ് വി.ടിയുടെ മുഴുവൻ പേര്. സന്തോഷകരമായൊരു ബാല്യകാലമായിരുന്നില്ല വി.ടിയുടേത്. സാമ്പത്തികമില്ലാത്ത ഇല്ലമായതുകൊണ്ട് അയൽപക്കത്തുള്ള പാതാക്കര മനയിലും മുതുക്കുറിശി മനയിലുമാണ് വി.ടി ബാല്യം കഴിച്ചുകൂട്ടിയത്. വേദപഠനത്തിനു ശേഷം നിവൃത്തികേടുകൊണ്ട് ഷൊർണൂർ മുണ്ടമുഖ അയ്യപ്പ ക്ഷേത്രത്തിലെ പൂജാരിയാകേണ്ടി വന്നു. ക്ഷേത്രത്തിനടുത്തുള്ള നങ്ങേലി എന്ന 10 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് വി.ടിയെ മലയാളം അക്ഷരമാലയും ഗണിതവും പഠിപ്പിച്ചത്. ജ്യേഷ്ഠൻ വലിയൊരു തുക സ്ത്രീധനം വാങ്ങി വിവാഹം കഴിക്കുന്നതുവരെ വി.ടി ഈ ക്ഷേത്രത്തിലെ പൂജാരിയായി തുടർന്നു. ജ്യേഷ്ഠന്റെ വിവാഹത്തിന് ശേഷം ഇല്ലത്ത് സാമ്പത്തിക നില കൈവന്നപ്പോൾ ജോലി ഉപേക്ഷിച്ച് പഠനം പുനരാരംഭിച്ചു. എടക്കുനി നമ്പൂതിരി സ്കൂളിൽ ചേർന്ന് വി.ടി ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങി. അക്കാലത്ത് വിദ്യാർത്ഥി എന്നൊരു മാസിക അദ്ദേഹം നടത്തിയിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനം പ്രചാരത്തിലായിക്കൊണ്ടിരുന്ന സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഹമ്മദാബാദ് സമ്മേളനത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ അദ്ദേഹത്തെ സ്കൂളിൽ നിന്നും തന്റെ സമുദായത്തിൽ നിന്നും പുറത്താക്കി. ഇത് അദ്ദേഹത്തെ ജാതീയതയ്ക്കെതിരെ പോരാടാൻ പ്രേരിപ്പിച്ചു. ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അദ്ദേഹം തൃശൂരിൽ നിന്ന് കാസർഗോഡ് ചന്ദ്രഗിരി നദി വരെ യാചനയാത്ര എന്ന പേരിൽ ഒരു മാർച്ച് സംഘടിപ്പിച്ചു. സ്ത്രീകൾക്കെതിരായ സാമൂഹിക അസമത്വങ്ങൾ നേരിൽ കണ്ടതിനെ തുടർന്ന് അതിനെതിരായി പോരാടാൻ വി.ടി തീരുമാനിച്ചു. നമ്പൂതിരി സമൂഹത്തെ പരിഷ്കരിക്കുന്നതിനായി സ്ഥാപിച്ച സംഘടനയായ യോഗക്ഷേമ സഭയിൽ അദ്ദേഹം അംഗമായി. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നതായിരുന്നു ഈ സഭയുടെ മുദ്രാവാക്യം. നമ്പൂതിരി സമൂഹത്തിനുള്ളിൽ നിലനിന്നിരുന്ന കർക്കശമായ സാമൂഹിക മാനദണ്ഡങ്ങളെയും പാരമ്പര്യങ്ങളെയും വെല്ലുവിളിക്കുന്ന നാടകങ്ങൾ എഴുതുകയും അവതരിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ നടപടി. സ്വന്തം സമുദായത്തിൽ നിന്ന് പ്രകടമായ എതിർപ്പ് വി.ടിക്ക് നേരിടേണ്ടി വന്നു. അവർ സമൂഹത്തിലുണ്ടാകുന്ന മാറ്റത്തെ ചെറുക്കുകയും വി.ടിയുടെ പരിഷ്കരണവാദ ആശയങ്ങൾ അവരുടെ പരമ്പരാഗത ജീവിത രീതിക്ക് ഭീഷണിയായി കാണുകയും ചെയ്തു. പുരോഗമനപരമായ കാഴ്ചപ്പാടുകളും സമൂഹത്തിൽ സ്വാധീനം ചെലുത്തിയ സാഹിത്യകൃതികളും വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് പ്രശസ്തി നേടിക്കൊടുത്തു. വി.ടിയുടെ ആദ്യകാല സംഭാവനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകമായിരുന്നു. ലളിതമായ മലയാളത്തിൽ എഴുതിയ വിപ്ലവകരമായ ഈ നാടകം ഗാർഹിക മേഖലകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന നമ്പൂതിരി സ്ത്രീകളുടെ ദുരവസ്ഥ വ്യക്തമായി ചിത്രീകരിച്ചു. മാത്രമല്ല, ഈ നാടകത്തിലൂടെ വിദ്യാഭ്യാസത്തിനും പൊതുജീവിതത്തിലെ പങ്കാളിത്തത്തിനുമുള്ള നമ്പൂതിരി സ്ത്രീകളുടെ അവകാശത്തിനായി വി.ടി വാദിക്കുകയും ചെയ്തു. നമ്പൂതിരി വർഗത്തിലെ സാമുദായിക അനാചാരങ്ങളെ തുറന്നു കാണിക്കുന്ന ഈ നാടകം ഒരു വൻ പ്രദർശന വിജയമായിരുന്നു. വിധവ പുനർവിവാഹം, പെൺകുട്ടികൾ പ്രായമായ പുരുഷന്മാരെ വിവാഹം കഴിക്കുന്ന രീതി നിർത്തലാക്കൽ, ലിംഗഭേദമോ ജാതിയോ പരിഗണിക്കാതെ എല്ലാവർക്കും വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എന്നിവയ്ക്കായി വാദിക്കുന്ന പ്രസ്ഥാനങ്ങളിൽ വി.ടി സജീവമായി പങ്കെടുക്കുകയും നേതൃത്വം നൽകുകയും ചെയ്തു. വി.ടിയുടെ ആദ്യ നാടകമായ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം പുറത്തിറങ്ങിയ വർഷം തന്നെ നമ്പൂതിരി സ്ത്രീകൾക്ക് വേണ്ടി അന്തർജന സമാജം എന്നൊരു സംഘടന അദ്ദേഹം രൂപീകരിച്ചു. നമ്പൂതിരി സമുദായത്തിലെ യുവജനങ്ങൾക്കായി യുവജന സംഘം എന്നൊരു സംഘടന രൂപീകരിക്കുകയും അതിൻ്റെ മുഖപത്രമായി ഉണ്ണി നമ്പൂതിരി എന്ന മാസിക ആരംഭിക്കുകയും ചെയ്തു. സമുദായ പരിഷ്കരണങ്ങളായ കുടുംബമുറിക്കൽ, അന്തർജനങ്ങളുടെ വേഷപരിഷ്കരണം, വിധവാ വിവാഹം തുടങ്ങിയവയ്ക്ക് വി.ടി നേതൃത്വം നൽകി. വിധവാ പുനർവിവാഹത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് വി.ടി ഭാര്യ സഹോദരിയും വിധവയുമായ ഉമാ അന്തർജനത്തെ മുല്ലമംഗലത്ത് രാമൻ ഭട്ടതിരിയെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. മിശ്ര വിവാഹത്തിന്റെ ആദ്യ നടപടിയായി സ്വന്തം സഹോദരി പാർവതി അന്തർജനത്തെ N.K. രാഘവ പണിക്കരെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു.
വീണ്ടും ഇളയ സഹോദരി പ്രിയ ദത്ത അന്തർജനത്തെ CPI നേതാവായിരുന്ന കല്ലാട്ട് കൃഷ്ണൻ എന്ന ഈഴവന് വിവാഹം ചെയ്തു കൊടുത്തു. നമ്പൂതിരി സ്ത്രീകളുടെ കൂട്ടായ്മയായിരുന്ന അന്തർജന സമാജത്തിന്റെ 3ാമത്തെ യോഗം നടന്നത് വീട്ടിയുടെ ഇല്ലത്ത് വച്ചായിരുന്നു. ഈ സമയം വീട്ടി സ്കൂൾ വാർഷികത്തിൽ പങ്കെടുക്കുകയായിരുന്നു. അന്തർജന സമാജത്തിന്റെ യോഗം കഴിഞ്ഞ ശേഷം അന്തർജനങ്ങൾ മറക്കുടയില്ലാതെ വീട്ടി പങ്കെടുക്കുന്ന സദസ്സിലേക്ക് കയറി ചെന്നു. വീട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു. വീട്ടി ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. നമ്പൂതിരിയെ മനുഷ്യനാക്കുകയെന്ന ആശയവുമായി ജീവിതം മുഴുവൻ പോരാട്ടം നയിച്ച വീട്ടി 86ാമത്തെ വയസ്സിൽ വിട പറഞ്ഞു.